ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഫിഷ് മോളി വയ്ക്കാനാണ്. അതായത് നമുക്കൊന്ന് വാള മീനാണ് കിട്ടിയിരിക്കുന്നത്. എല്ലാവരും നെയ്മീനിലും ആവൂലിലൊക്കെയാണ് ഇത് വെക്കണത്. നമ്മളിതൊരു വെറൈറ്റി ആയിട്ട് വാള മീനിൽ വെക്കാൻ പോവുകയാണ്. എനിക്കൊരു വലിയ വാളയാണ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് വെച്ച് നോക്കാം. ഓക്കെ, ബൈ. മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും കൂടെ വർക്ക് ചെയ്യണ വാള മീനാണ്. വാള നമ്മളിതാ എണ്ണയിലോട്ടിട്ടിട്ടുണ്ട്. ഉപ്പ്, മഞ്ഞ, കുരുമുളക്, ഈ 3 ഐറ്റവും കൂടെ പിടിച്ചിട്ട് ഒന്ന് മുരിയണ്ട, ചെറുതായിട്ടൊന്ന് വാട്ടിയെടുക്കുക. പിന്നെ നമ്മൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെയൊക്കെ കൂടെ വെക്കണ്ടേ, അതുകൊണ്ട് ഞാൻ ഇന്നത് വെക്കാനായിട്ട് ഒരുങ്ങുകയാണ്. ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് മൂക്കാൻ പാടില്ല. എണ്ണയിലിട്ട് അവിടെ എടുക്കാൻ പോവുകയാണ്. നമ്മൾ ഫിഷ് മോളി വെക്കാനുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിരിക്കുകയാണ്. എല്ലാവരും നല്ലവണ്ണം കണ്ടോളണം. ഇത് നമ്മൾ 8 പച്ചമുളക്, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി. നമ്മൾ ആവശ്യത്തിന് മീനിനനുസരിച്ചുള്ള വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും നമ്മൾ എടുത്തോളും, എരിക്ക് കണക്കായിട്ടുള്ളത്. അത് ഞാനൊന്ന് ചതച്ച് വെച്ചിരിക്കുകയാണ്. ചിലർ ചതയ്ക്കും, ചിലർ കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കണം. ഞാൻ ഇപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. എനിക്ക് ചതച്ചെടുത്തതിന് ഇഷ്ടം. അപ്പം നമുക്ക് ഇതിക്കൂടെ എരി കിട്ടും. 1 സ്പൂണ് മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. സ്പൂണെന്ന് പറയുന്നത് ഇതേ സ്പൂണിന് 1 സ്പൂണ്. പിന്നെ 1 സ്പൂണ് നമ്മളെ കുരുമുളക് പൊടി, ഇതേപോലത്തെ 1 സ്പൂണിന് 1 സ്പൂണ് കുരുമുളക്. പിന്നെ അതിന് വേണ്ടതാ ഇതേപോലെ ഒരു കൊച്ചു പാത്രം ഈ അളവിന് വിനിഗർ. പിന്നെ അതിന് വേണ്ടത് സവാള ഉള്ളി, 1 സവാള ഉള്ളിയാണ് ഞാൻ അരിഞ്ഞിരിക്കുന്നത്. പിന്നെ 2 പച്ചമുളകും കൂടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കരിവേപ്പില. അത് കഴിഞ്ഞ് ഇത് തേങ്ങാപ്പാലിൻ്റെ 2ാം പാൽ, ഇത് 1ാം പാൽ. ഈ 2ാം പാൽ ഒഴിച്ചാണ് നമ്മളിത് വേവിക്കുന്നത്. നമ്മൾ ആ ടൊമാറ്റോ കട്ട് ചെയ്ത് ഞാൻ വെച്ചിരിക്കുകയാണ്. ഇത് എണ്ണയിലോട്ട് എല്ലാ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് റെഡിയാക്കാം. ഓക്കെ, നമ്മൾ പൊരിച്ച എണ്ണയിലാണ് അടുത്തത് നമ്മൾ ഇതെല്ലാം കൂടെ വെക്കാൻ. ആ എണ്ണയിൽ തന്നെ വെക്കണം. ഇത്തിരി എണ്ണയോടെ ഞാൻ ഒഴിക്കുകയാണ് അതിൽ കൂടെ. കടു, സവാള, ഉള്ളി ഇതിലോട്ട് കട്ട് ചെയ്യണം. ചതച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂടെ ഇതിലോട്ട് ഇട്ട് ഇതിൻ്റെ നല്ല പച്ച മണം മാറുന്നവരെ നമ്മളൊന്ന് വഴറ്റണം. 1 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇതായിട്ട് വന്നിട്ടുണ്ട്. പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഉപ്പിടാവൂ. ഉപ്പ് നമുക്ക് നോക്കിയിട്ട് പിന്നെ ഇടാം. മീനിൽ ഉപ്പിട്ടിട്ടുണ്ട്, ഇടണം. എന്നിട്ട് കുരുമുളക് ഇതിലിട്ട് വറുത്ത് വെച്ചിരുന്ന മീൻ ഇതിലോട്ട് ഇടാൻ പോകും. നമ്മൾ ആ മീനും കറും കൂടെ ഇതിലോട്ട് ഒഴിക്കണം. മീൻ നമ്മൾ ഒരിക്കലും കരണ്ടി വെച്ച് ഇങ്ങനെ ഇളക്കാൻ പാടില്ല. ഒരു സൈഡിൽ നിന്ന് ഇളക്കാവും. നമ്മളെ മീൻ പൊടിഞ്ഞു പോകും. ഒരു 10 മിനിറ്റ് ഇത് മൂടി വെച്ച് വേവിക്കണം. 10 മിനിറ്റ് നമ്മൾ സ്റ്റൗ ഒന്ന് സ്ലോയിൽ വയ്ക്കണം. നമ്മളിതാ 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കി. നമ്മളെ മീൻ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതൊന്ന് നമ്മൾ കൈ വെച്ചൊന്ന് കറക്കി കൊടുക്കണം. ഇനി അടുത്ത് നമ്മൾ ആദ്യത്തെ പാൽ ഇതിലോട്ട് ഒഴിക്കണം. വേണ്ടതെന്നുണ്ട് ഇത് തിളയ്ക്കാൻ പാടില്ല ഒരുപാട്. ഒന്ന് ചൂടായാൽ മാത്രം മതി. അതിന് ശേഷം നമ്മൾ ഈ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ഇതുപോലെ ഒന്ന് വെച്ചു തിളപ്പിക്കണം. ഇത് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്റ്റൗ ഓഫാക്കാൻ പോകുകയാണ്. നമ്മളെ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ വാള മീനിൽ ഞാൻ ഒരു ഫിഷ് മോളി ഉണ്ടാക്കിയിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മളെന്നും തേങ്ങ അരച്ചും പുളിമുളകും കറിയിൽ വെക്കണം. വല്ലപ്പോഴുമൊക്കെ നമ്മളെ വീട്ടിൽ ഇതുപോലെ വാള കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളും കൂടെ വെച്ച് നോക്കണം. ഓക്കെ, നമ്മളെ ഫിഷ് മോളി, വാളയിലെ ഫിഷ് മോളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഓക്കേ.
ബൈ.